അവർ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടാണ്. അതുകൊണ്ട് അവർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. എന്തായിരിക്കും അവരുടെ മോട്ടീവ്? ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗുഡ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് വളരെ ചെറിയൊരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും സുപരിചിതമായൊരു വേർഡാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഓർമ്മ വെച്ച കാലം തൊട്ടേ പ്രാർത്ഥിക്കുന്നത് കാണുകയും പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. ചിലപ്പോൾ മാതാപിതാക്കളിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന സഹോദരന്മാരിൽ നിന്നാകാം, മത അധ്യക്ഷന്മാരിൽ നിന്നാകാം. ഇവരിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ ചെറുപ്പം തൊട്ടേ തന്നെ നമ്മളെല്ലാവരും പരിശീലിപ്പിക്കപ്പെടാറുണ്ട്. എന്തൊക്കെയാലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ബൈബിളിലെ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതിനായി ഞാൻ വായിക്കാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം, അതിൻ്റെ 11-ാം അധ്യായം 1-ാം വാക്യമാണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തങ്ങളെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുവാണ്. ഈ യഹൂദന്മാരുടെ മതപശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവരെല്ലാവരും മതപരമായി വളരെ ചെറുപ്പത്തിലെ തന്നെ നന്നായി പരിശീലിപ്പിക്കപ്പെടുന്നവരായിരുന്നു. അതിപ്പോൾ മുക്കവരായാലും ഏത് പ്രൊഫഷനിലുള്ളവരാണെങ്കിലും അവർ ബാല്യത്തിൽ തന്നെ ഇത് പരിശീലിപ്പിക്കപ്പെടാറുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറിയിരിക്കുന്ന ഈ ശിഷ്യന്മാർക്ക് ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നത് നിശ്ചയമാണ്. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെട്ടത്? ഞാൻ അതിനെ മനസ്സിലാക്കുന്ന പ്രകാരമാണ്. അവർ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുള്ളതായിട്ട് അവർക്ക് തോന്നിക്കാണും. അവർക്ക് നിശ്ചയമായും ആ സമയത്ത് സമൂഹത്തിലുണ്ടായിരുന്ന മതത്തിൻ്റെ അധ്യക്ഷന്മാർ പലരും കണ്ടേക്കാം. പുരോഹിതന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, പിന്നെന്താ സദൂക്യരുണ്ട്. അങ്ങനെ ഒരുപാട് മതപരമായി പ്രാർത്ഥിക്കുകയും ജനങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരെ അവരുടെ ചുറ്റുപാടുകളിൽ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ യേശു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് പ്രത്യേകത നിറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായി. അതുമാത്രമല്ല, യേശുവിൻ്റെ ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനം യേശുവിൻ്റെ പ്രാർത്ഥനയാണെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്തായിരിക്കും അവരുടെ മോട്ടീവ്? അങ്ങ് വ്യത്യസ്തനായിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും വ്യത്യസ്തരായിരിക്കാൻ ആഗ്രഹമുണ്ട്. ഞാനതിനെ അങ്ങനെ വിശദീകരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചിരുന്നു. യേശു വ്യത്യസ്തനായിരുന്നത് പോലെ നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തനായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥിക്കുന്ന കൾച്ചർ നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരാളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നിശ്ചയമായും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ പറയട്ടെ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന പരിശീലിപ്പിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ന് ഭൂമിയിൽ എല്ലാ മനുഷ്യരും, എല്ലാ മതവിഭാഗങ്ങളും പ്രാർത്ഥന പരിശീലിപ്പിക്കുകയും പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കൺഫ്യൂഷൻ ഉള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ പ്രാർത്ഥന തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിൽ പരിശീലനം നേടേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ പ്രാർത്ഥന എവിടെ നിന്ന് കിട്ടും? ഞാൻ പറയട്ടെ, നമുക്ക് ശരിയായ പ്രാർത്ഥന നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത് ബൈബിളാണ്, ദൈവവചനമാണ്. ഈ ദൈവവചനത്തിൻ്റെ അകത്ത് നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രാർത്ഥനയുടെ ചുവട്, ഇനി ഇതിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് മോഡൽ യേശു കർത്താവാണ്. അപ്പം പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണം. നമ്മൾ അതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയെ ക്രമപ്പെടുത്തണം. ഇനി പ്രാർത്ഥനയിൽ ഇപ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരിൽ പോലും പ്രാർത്ഥനയിൽ വ്യത്യസ്തതയുണ്ടാകും.
അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. അതായത് ഇപ്പോൾ പ്രാർത്ഥനയിൽ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ കുറച്ച് മുതിർന്ന ശേഷമുള്ള അവരുടെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. പ്രാർത്ഥനയിൽ മെച്യൂരിറ്റി പ്രാപിക്കും തോറും പ്രാർത്ഥനയുടെ രീതിയിലും പ്രാർത്ഥനയുടെ സ്റ്റൈലിലും എല്ലാം വ്യത്യാസം വരും. പ്രാർത്ഥനയുടെ റിസൾട്ടിലും വ്യത്യാസം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഓരോ ചുവടുകൾ ഇപ്പോൾ ഒരു അപ്സ്റ്റെയറിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു 10 സ്റ്റെപ്പുകളുണ്ടെന്ന് കരുതുക. ഓരോ സ്റ്റെപ്പും കയറും തോറും നാം അപ്സ്റ്റെയറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉന്നതമായൊരു കാര്യം. അതിലേക്ക് നമുക്ക് ചുവടുകൾ വെച്ച് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പരിശീലനം തുടർന്നുള്ള വീഡിയോകളിൽ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഇട്ടുകൊണ്ടിരുന്നോളാം. അപ്പോൾ അതൊരു പരിശീലനം എന്നതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മുഴുവൻ ബൈബിൾ ബേസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് കഴിയുന്ന കാര്യത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉണ്ടാകണം. കാരണം നിങ്ങൾക്കും ഓൾറെഡി പ്രാർത്ഥനയെക്കുറിച്ച് അറിയാം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള, നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഞാൻ ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായ സംശയം ഉണ്ടാകാം. സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് റിപ്ലൈ ചോദിക്കാം. ഞാനതിന് എനിക്ക് സാധിക്കുന്ന പോലെയെല്ലാം റിപ്ലൈ തരാം. എന്തൊക്കെയായാലും ഒരു വചന പഠനത്തിന് നിങ്ങളെല്ലാവരും മാനസികമായിട്ട് തയ്യാറെടുക്കുക. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാനുള്ള ഒരു സന്ദേശം മാത്രമാണിത്. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് പരിശീലിക്കേണ്ടതും അതനുസരിച്ച് പ്രാർത്ഥനയെ ക്രമപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ളൊരു അവയർനെസ് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രാർത്ഥനയെ ക്രമീകരിക്കുവാനും ഒരു കൊതി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ഒരു ദാഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ഒരു വിശപ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന വ്യത്യസ്തമാകട്ടെ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചുറ്റുപാടുമുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നതുപോലെ ഞങ്ങൾക്കും വ്യത്യസ്തരായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങളുടെ തുടർച്ചയുമായി നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണണം. ഗോഡ് ബ്ലസ് യു. ആമേൻ.